ഹേ ഗായ്സ്, അപ്പോൾ കുറേ ഷോർട്സ് കണ്ട് മടുത്തിട്ടാണോ അതോ ഇനി കൂടുതൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല. കുറച്ച് പേര് എന്നോട് ലോങ് വീഡിയോ ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഇതാ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇത് ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. നമുക്ക് ഇന്ന് കുറച്ച് കേക്ക് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊരു ബണ്ണി, ബലൂൺസ്, പിന്നെ കുട്ടിയുടെ പേരൊക്കെയുള്ള ഒരു ലെറ്റേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, നമ്മൾ ഈ ഒരു മെസ്സിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ക്ലീനപ്പ് ചെയ്യണം. ഇനി കിച്ചണിൽ പോയി നോക്കിയാൽ അവിടെ ഉമ്മ ഫുള്ള് കേക്കിൻ്റെ ഫൈനൽ വർക്കിലാണ്. നമുക്ക് ഇന്നുള്ളത് 2 ടയർ കേക്ക്, ഒരു സിംഗിൾ ടയർ ഫ്ലാറ്റ് കേക്ക്, കപ്പ് കേക്ക്സ്, പിന്നെ ഇതൊക്കെ ഒരു ടീമിലാണ് കേട്ടോ. ഇനി വേറൊരു ടീമിലുള്ളത് എഗ്ലെസ് ആയിട്ടുള്ള 2 ടയർ കേക്കും പിന്നെ എഗ്ലെസ് ആയിട്ടുള്ള കപ്പ് കേക്സും ആണ്. അപ്പോൾ ഉമ്മ ഈ പണിയിലായപ്പോൾ കപ്പ് കേക്ക്സ് ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. മാഷാഅല്ലാ കുഴപ്പമില്ലാതെ നല്ല ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഐ മീൻ കുറച്ച് വലിയ ഫ്രിഡ്ജ് വാങ്ങണം എന്നുണ്ട്. കേക്ക്സ് എല്ലാം വെച്ചിട്ട് അതിൻ്റെ പുറമെ ഒരു ടെൻഡർ കോക്കനട്ട് കേക്കും കൂടെ ഉണ്ട് കേട്ടോ. ഞാനിനി ഒരു വീഡിയോ സെറ്റപ്പ് റെഡിയാക്കാണ്. ഇത് ഗിംബലാണ്. പിന്നെ ഈ ഒരു വുഡൻ ബോർഡാട്ടോ ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഉമ്മാക്ക് പാചിഗ്രാണി 2019 ഫൈനലിസ്റ്റ് ആയപ്പോൾ കിട്ടിയ സംഭവമാണ്. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കപ്പ് കേക്ക് ബോക്സ് ഒന്ന് മടക്കി വെക്കാം. കപ്പ് കേക്ക്സ് ആക്ച്വലി ഞാൻ ബോക്സിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാറ്. മറ്റേത് നമ്മൾ ക്രീമാക്കിയതിന് ശേഷം അതിൽ വെക്കുമ്പോൾ നമ്മൾ കൈ തട്ടിയിട്ട് ആ ഒരു ടെക്സ്ചർ അങ്ങോട്ട് പോകും. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ എല്ലാം റെഡി ആക്കിയതിന് ശേഷം നമ്മൾ വെക്കാം. അപ്പോൾ നമ്മളിത് 5 എഗ്ലെസ് കപ്പ് കേക്ക്സ് ആട്ടോ നമുക്ക് വെക്കാനുള്ളത്. എഗ്ലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഗ്ഗില്ലാതെ നമ്മൾ ബട്ടർ മിൽക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ തൈരോ യൂസ് ചെയ്യാം. ഞാനിവിടെ തൈരാണ് യൂസ് ചെയ്തത്. അപ്പോൾ കപ്പ് കേക്ക്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കസ്റ്റമർ ഏതെങ്കിലും തീം പറയും, അല്ലെങ്കിൽ കളർ തീം പറയും. അപ്പോൾ ഇവിടെ കളർ തീമാണ്, ഒരു പീച്ച്, പിങ്ക്, ബ്ലൂ, ആ ഒരു കളർ കോമ്പിനേഷനാണ്. പക്ഷെ ഞാൻ ചൂസ് ചെയ്ത നോസിൽ എന്തോ എനിക്കൊരു സുഖം തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒന്നോ ഇത് ശരിയല്ല എന്ന് തോന്നിപ്പോയത്. നമുക്കൊരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാനത് മൊത്തം കളഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാൻ നോസിൽ മാറ്റിയിട്ട് ഒന്നുകൂടെ ചെയ്യാണ്. ഒരു റോസറ്റിൻ്റെ നോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല ഏതായിരുന്നു ബെറ്റർ എന്ന്. എന്തായാലും മാറ്റിയത് നന്നായില്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മളെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ എങ്ങനെ കസ്റ്റമറിന് കൊടുക്കുക. അങ്ങനെ ഞാൻ ക്രീം ചെയ്തതിന് ശേഷം ഈ നമ്മുടെ കേക്കിന് ഒരു സിൽവർ ബോൾസിൻ്റെ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനും ഞാൻ സിൽവർ ബോൾസ് ഇടാം. ഇതേപോലെ കേക്കിൽ ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ ഫോണ്ടൻറ്റിൻ്റെ ബട്ടർഫ്ലൈസ് ആട്ടോ വെക്കാൻ പോണത്. 3 ബ്ലൂവും 2 പിങ്ക് ബട്ടർഫ്ലൈസ് ആയിട്ട് അങ്ങനെ മിക്സ് ആക്കി വെച്ചിരിക്കാം. ഇനി നമുക്ക് ഈ 5 kg 2 ടയർ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഗൈസ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാം ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷമാണ് റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കി. എനിവേസ് ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ പറയുമ്പോൾ ഗോൾഡൻ ബോൾസ് ഉണ്ട്, ഇടയ്ക്ക് സിൽവർ സ്പ്രിങ്കിൾസ് ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈസ്. അവർക്ക് പേര് എഴുതണ്ടെന്ന് പറഞ്ഞിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പർ മാത്രം മതി. റെഫറൻസ് പിക്ക് അയച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വേണം, കളറൊക്കെ അതേപോലെ വേണമെന്ന് പറഞ്ഞതാണ്. റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിച്ചു തരാം. സിമിലർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും അങ്ങനെ വരുത്തിയിട്ടില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പർ ഡൂപ്പർ കപ്പ് കേക്ക്സ്. അപ്പോൾ ഇനി അടുത്ത കപ്പ് കേക്കിലേക്ക് കിടക്കാം. ഇനി നമുക്കുള്ളത് ഇതൊരു തീമാണ് കേട്ടോ. അതായത് പീച്ച്, പിങ്ക്, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളർ, ഐവറി കളർ. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തത് 3 ഡിഫറെൻറ്റ് നോസിൽസ് എടുത്തിട്ടുള്ള ഡെക്കറേഷനാണ്. ഇന്ന് ഞങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ബിസി ഡേ ആയതുകൊണ്ട് ഉമ്മ കേക്ക് ഉണ്ടാക്കുന്നു, എന്നിട്ട് എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തരുന്നു. കപ്പ് കേക്ക്സ് ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കി, പൊതുവെ ഉമ്മയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കപ്പ് കേക്ക്സ് ഞാൻ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡെക്കറേഷൻ പരിപാടിയാണ് എനിക്ക് മെയിൻലി ഇന്നുള്ളത്. പിന്നെ ഹെൽപ്പിംഗ് ഔട്ട്. ഈ ഒരു കപ്പ് കേക്ക് ഡെക്കറേഷൻ എനിക്ക് ആക്ച്വലി പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആണ്. അപ്പോൾ കപ്പ് കേക്ക്സ് എല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫ്ലാറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഇതൊരു 1 kg ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറിൽ വരുന്ന ഫ്ലാറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അവർക്ക് അതും റെഫറൻസ് പിക്കാണ് അയച്ചിരുന്നത്. അതിൻ്റെ ഞാൻ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ടാവുമല്ലോ, അതായത് ഒരു ഹോം ബേക്കർ മറ്റൊരു ഹോം ബേക്കർ അങ്ങനെ ഡിഫറൻസസ് വരാമല്ലോ. അങ്ങനെയുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ, പിന്നെ ആളുടെ പേര് വെക്കാൻ പറഞ്ഞിട്ട് എല്ലാം ആക്രിലിക് ടോപ്പേഴ്സിലാണ് വെച്ചിട്ടുള്ളത്. ബർത്ത്ഡേ ഡെക്കോർ തന്നെ ഈ ഒരു കളർ തീമിലാണ്, അതായത് പീച്ച്, പിങ്ക്, ഐവറി. അപ്പോൾ നമ്മൾ എല്ലാ പ്രൊഡക്ട്സും, അതായത് ഈ ഒരു ഫ്ലാറ്റ് കേക്ക്, 2 ടയർ കേക്ക്, കപ്പ് കേക്ക്സ് എല്ലാം ആ ഒരു തീമിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനും ഞാൻ ഇതേപോലെ തന്നെ 2 നോസിൽസ് വെച്ചിട്ടാണ്, 2 ഡിഫറെൻറ്റ് നോസിൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു റോസറ്റ് നോസിൽ വെച്ചിട്ട് പീച്ചും പിങ്കും, പിന്നെ മറ്റൊരു നോസിൽ വെച്ചിട്ട് ഐവറി.
പിന്നെ ഇതിന് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഗോൾഡൻ സ്പ്രിങ്കിൾസ് ആണ്. അതുകൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അതിനൊരു എന്താ പറയുക ഒരു എലഗൻ ടച്ച് വരുന്നത്. ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു കേക്കായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ നോക്കാമെന്ന് തോന്നുന്ന കേക്കായിരുന്നു. അതിന് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് മാഷാഅല്ലാഹ്. ഇപ്പം പറഞ്ഞ സെക്കൻഡ് കസ്റ്റമറിന് മാക്രോൺസും കൂടെ വേണമായിരുന്നു. പിങ്ക് ആ ഒരു തീമിലായിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ബ്രൗണേ കിട്ടിയിരുന്നത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിങ്ക് ഫുഡ് കളർ വെച്ചിട്ട് ഒന്നിട്ട് പെയിൻറ് ചെയ്യേണ്ടി വന്നു. വേറെ നമുക്കൊരു നിർത്തിയില്ലായിരുന്നു. ഇനി ബലൂൺസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഫോണ്ടൻ ഡെക്കറേഷൻസും വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. ബലൂൺസ് നമ്മൾ ട്രാൻസിറ്റുന്ന സമയത്ത് ഇങ്ങനെ ഇളകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കും തകരാറാവും, നമ്മുടെ ബലൂൺസ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാനും ഉമ്മയും എല്ലാവരും കൂടിയാണ് കേട്ടോ ഡെലിവറി ചെയ്യാൻ പോണത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കരിഞ്ചാപ്പടിയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് അവിടെ സേഫായി എത്തിച്ചിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ എഗ്ലെസ് കേക്ക് ആക്ച്വലി അവർ വന്ന് കൊണ്ടുപോയി കേട്ടോ. തിരിച്ചു വരുമ്പോൾ കാറ്റാടിപ്പാടത്ത് നല്ല സമോസയും ചായയും കടികളൊക്കെ കഴിച്ച് പ്രകൃതി രമണീയമായ സ്ഥലം ആസ്വദിച്ചിട്ടാണ് നമ്മൾ തിരിച്ചത്. നമ്മുടെ കേക്ക്സിന്റെ ഫൈനൽ ലുക്സ് ആണിത്. നമ്മുടെ കസ്റ്റമർ സെൻഡ് ചെയ്ത പിക്ചേഴ്സ് ആണ് ഇത്. നമ്മുടെ ബണ്ണി ബലൂൺസ് ഒക്കെ ഉള്ള കേക്ക്. അപ്പോ ഈ കേക്കിന്റെ ഫീഡ്ബാക്സ് ഒന്ന് കേട്ടാലോ? റെഡ് വെൽവെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമായത് ടെൻഡർ കോക്കനട്ടിന്റെ ഫ്ലേവർ ആണ്. നമ്മളുടെ കറന്റ് ബെസ്റ്റ് സെല്ലറും ടെൻഡർ കോക്കനട്ട് ആണ് കേട്ടോ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.